സാംസങ്ങിൻ്റെ സാംസങ് A04 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ സാംസങ് ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A04 എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷനൊന്നും ഇതിൽ വരുന്നില്ല, HD റെസൊല്യൂഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല. പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. കമ്പനി ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന നോച്ചാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ ഈ ഫോണിൽ വരുന്നുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുള്ളൂ. സാംസങ് A03 എന്ന ഫോണിൻ്റെ സക്സസറായിട്ടാണ് സാംസങ് A04 എന്ന ഫോൺ വരുന്നത്. സാംസങ് A03 എന്ന ഫോണിലും ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ സാംസങ് A03 എന്ന ഫോണിൽ ഇതുപോലെ തന്നെ ഈ ഫോണിലും ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. ഒരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ അവർക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.1 mm ആണ്. ഈ ഫോണിൻ്റെ 4 കളർ വേരിയൻസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക്, ഗ്രീന്, കോപ്പർ, അതുപോലെ തന്നെ വൈറ്റും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ exynosൻ്റെ 850 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സാംസങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. 5G ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ ഫോണിൻ്റെ 3GB റാം വെർഷനും അതുപോലെ തന്നെ 4GB റാം വെർഷനും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ കാര്യത്തിൽ 32GB ഇൻറ്റേർണൽ വെർഷനും 64GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ മിക്കവാറും ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ടാണ് സാംസങ് A04 എന്ന ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പം ഇന്ത്യയിലൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ ജസ്റ്റ് അനൗൺസ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ വിലയൊന്നും അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും പറയപ്പെടുന്നത് യൂറോപ്യൻ പ്രൈസിങ് 169 യൂറോസ് ആയിരിക്കുമെന്നാണ്. അതായത് 13,400 രൂപ പ്രൈസ് റേഞ്ചിൽ. അവർ ഇപ്പോൾ സ്പെസിഫിക്കേഷൻ മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ. വിലയൊന്നും അവർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. അടുത്ത് തന്നെ വിലയുടെ കാര്യങ്ങളിലൊക്കെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇന്ത്യയിൽ സാംസങ് A03 എന്ന ഫോൺ അവൈലബിൾ ആണ്. ആ ഒരു ഫോണിൻ്റെ സക്സസറായിട്ടാണ് സാംസങ് A04 എന്ന ഫോൺ വരുന്നത്. മിക്കവാറും A03 എന്ന ഫോണിനെ A04 എന്ന ഫോൺ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. A03 എന്ന ഫോൺ 10,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം ഇന്ത്യയിൽ വരുന്നത്. അപ്പം ഈ ഒരു A04 എന്ന ഫോണും ഏകദേശം അതിനടുത്ത് വരുന്നൊരു പ്രൈസ് റേഞ്ചിൽ വന്നേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് സാംസങ് A04 എന്ന ഫോൺ. പിന്നെ 10,500 രൂപ പ്രൈസിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.